ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 എന്ന് പറയുന്നത്. ഈ ഒരു ആക്ടിൻ്റെ മറ്റൊരു പേരാണ് മോണ്ടേഗ്-ചെംഹോൾഡ് റീഫോം. നമ്മൾ ഇന്ത്യൻ കൗൺസിൽ ആക്ടിൻ്റെ പേര് മിൻറ്റോ-മോർലി റിഫോംസ് എന്ന് പറഞ്ഞ പോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടയുടെ മറ്റു പേരാണ് മോണ്ടേജ്-ചെംഹോൾഡ് റിഫോംസ് എന്ന് പറയുന്നത്. മോണ്ടേജ് എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയും കെംഹോൾഡ് എന്ന് പറയുന്നത് വിസ്റോയി ഓഫ് ഇന്ത്യയും ആയിരുന്നു. ഈ ഒരു ലോ നിലവിൽ വന്നതോടുകൂടി ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിച്ചു. അതുപോലെ 2 പാർട്ടായിട്ട് പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തു. പ്രൊവിൻസിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിന് പറയുന്ന പേരാണ് ദ്വിഭരണം അല്ലെങ്കിൽ ദ്വയാർക്കി. ട്രാൻസ്ഫേർഡ് ആൻഡ് റിസർവ്ഡ് എന്ന 2 പാർട്ടായിട്ട് പ്രൊവിൻസസിനെ തിരിച്ചിട്ടുള്ള ഭരണമാണ് നിലവിൽ വന്നത്. ഇതിൻ്റെ പേരാണ് ഡയാർക്കി. അതുപോലെ തന്നെ ആദ്യമായിട്ട് ബൈകാർമലിസവും ഡയറക്റ്റ് ഇലക്ഷൻസും കൺട്രിയിൽ നിലവിൽ വന്നു. അതുപോലെ തന്നെ ഗവർണറിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ആദ്യമേ ഇന്ത്യൻസിന് റെപ്രസെൻറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഡ്യൂറിങ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909. അത് കഴിഞ്ഞിട്ട് മിനിമം 3 പേര് ഡെഫിനറ്റായിട്ട് എന്ത് വേണം, ഇന്ത്യൻസ് ആയിരിക്കണമെന്ന ഒരു നിയമം നിലവിൽ വന്നു. ആകെ 6 പേരായിരിക്കും വിസ്റോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ പകുതി 50%, അതായത് 3 പേര് ഇന്ത്യൻസ് ആയിരിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഓൾറെഡി കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ വന്നിരുന്നു, മുസ്ലിംസിന് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊണ്ടുവന്നു. അതുപോരാതെ മുസ്ലിംസിനെ കൂടാതെ സിഖിനും ക്രിസ്ത്യൻസിനും ആംഗ്ലോ ഇന്ത്യൻസിനും യൂറോപ്യൻസിനും എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രോളേറ്റ് ഉണ്ടാക്കാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, വളരെ പ്രധാനപ്പെട്ട ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919. അതിൻ്റെ മറ്റൊരു പേരാണ് മോണ്ടേജ്-ചെംഹോൾഡ് റിഫോം. അല്ല, മോണ്ടേജ് എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആണ്, ചെംഹോൾഡ് എന്ന് പറയുന്നത് വിസ്റോയി ഓഫ് ഇന്ത്യ ആണ്. ഈ ഒരു നിയമം നിലവിൽ വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിച്ചത്. അതുപോലെ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റിന് 2ആയിട്ട് തിരിച്ചിട്ട്, ട്രാൻസ്ഫേർഡെന്നും റിസർവ്ഡെന്നും 2ആയിട്ട് തിരിച്ചിട്ട് ദ്വയാർക്കി എന്ന നിലയിൽ അല്ലെങ്കിൽ ഡയാർക്കി എന്ന നിലയിൽ ദ്വിഭരണം നിലവിൽ വന്നു. അതുപോലെ ബൈകാർമലിസം, ഡയറക്റ്റ് ഇലക്ഷൻസ് ഇൻ ദി കൺട്രി കണ്ടക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 6 പേരടങ്ങുന്ന വിസ്റോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 3 പേര് ഇന്ത്യക്കാരായിരിക്കണം എന്ന തീരുമാനം വന്നു. പിന്നെ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആക്കി. ഇന്ത്യൻസിനും സിഖിനും ആൻഡ്രോ ഇന്ത്യൻസിനും ഒക്കെ സെപ്പറേറ്റ് ഇലക്ട്രോളായിട്ട് ഫോം ചെയ്തു. അതുപോലെ 1926 PSC പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നു.